അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട്. അതുപോലെ തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനും KPCC ജനറൽ സെക്രട്ടറിക്കും അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഈ പറയുന്ന പരാതികൾ ബോധിപ്പിക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാകണം. അതല്ലെങ്കിൽ അത് പ്രവർത്തകരെ നിരാശപ്പെടുത്തും. ഒരു മനുഷ്യൻ എല്ലാം നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്ന പോലെ ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ബലം കൂടിയാണ് ഈ VD സതീശൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു വാചകം ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയാണ് ആകേണ്ടത്. അദ്ദേഹം എല്ലാവർക്കും പ്രാപ്യനായ എല്ലാവരുടെയും മുഖ്യമന്ത്രി തന്നെയാണ് ആകേണ്ടത്. അക്കാര്യത്തിലൊരു സംശയവുമില്ല. അത് നല്ല സമീപനമാണ്. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയ PM നിയാസ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം, കൺവിക്ഷൻ, അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ള പരാതി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് അനുവദിച്ച് കിട്ടിയില്ല എന്നാണ്. അത് കഴിഞ്ഞു ഇപ്പോൾ KSUവിൻ്റെ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സമാനമായൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് പരാതി പറയാൻ സമയം ചോദിച്ചപ്പോൾ ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി സമയം ചോദിക്കുന്നു, ആ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമയം ചോദിക്കുന്നു, ഇതുവരെ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. തൊട്ടു മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു, അദ്ദേഹം ഒരു വർഗീയ വിദ്വേഷ പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു എന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ സ്പിരിറ്റോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, RV ബാബുവിനും ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുവെങ്കിൽ അത് ന്യായമാണ്. അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട്. അതുപോലെ തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനും KPCC ജനറൽ സെക്രട്ടറിക്കും അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഈ പറയുന്ന പരാതികൾ ബോധിപ്പിക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാകണം. അതല്ലെങ്കിൽ അത് പ്രവർത്തകരെ നിരാശപ്പെടുത്തും. ഒരു മനുഷ്യൻ എല്ലാം നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്ന പോലെ ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ബലം കൂടിയാണ് ഈ VD സതീശൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്.